കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സർവേ മെത്തേഡിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും വളരെ വലിയൊരു ഗ്രൂപ്പിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട്, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് ഈ സർവേ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഈ ഒരു സർവേയുടെ ഡിസഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്, പലപ്പോഴും വളരെ യാന്ത്രികമായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് സർവേയിൽ നിന്നും ലഭിക്കാറുണ്ട്. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ചെയ്തു തീർക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ പോലും വായിച്ച് നോക്കാതെ ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻ ടിക്ക് ചെയ്ത് തരുന്നവരുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും റിപ്പീറ്റഡായിട്ട് ഒരേ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ സർവേയുടെ ആധികാരികത തന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ നിഴലിലാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. രണ്ടാമതൊരു ഡിസഡ്വാൻറ്റേജ് സർവേയുടേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്പെരിമെൻറ്ററിന് അല്ലെങ്കിൽ റിസർച്ചറിന് ഏതെങ്കിലും ഒരു റെസ്പോണ്ടറിൻ്റെ റെസ്പോൺസിനെ കുറിച്ച് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമായിട്ടുണ്ടെങ്കിലോ അതിനുള്ള ഓപ്ഷൻ മിക്ക ടൈപ്പ് ഓഫ് സർവേയിലും കാണില്ല. അവരെ പിന്നീട് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവായിരിക്കും. ഇത്തരം ഡിസഡ്വാൻറ്റേജിനെയൊക്കെ മറികടക്കാനായിട്ട് നമ്മുടെ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂ ഇൻവോൾവ്സ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ ഫേസ് ടു ഫേസ് മാനർ എന്നുള്ളതാണ്. അതായത് ഇൻ്റർവ്യൂവിൽ ഒരു ഇൻ്റർവ്യൂവറും ഒരു ഇൻ്റർവ്യൂവിയും കാണും. അപ്പം ഇൻ്റർവ്യൂവറിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻ്റർവ്യൂവിയുടെ അടുത്ത് ഡയറക്റ്റായിട്ട് ചോദിക്കുകയും ഇൻ്റർവ്യൂവി തരുന്ന റെസ്പോൺസ് ഇൻ്റർവ്യൂവർ നോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഇൻ്റർവ്യൂവിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കമ്മ്യൂണിക്കേഷൻ വിത്ത് എ പർപ്പസ് എന്നുള്ള രീതിയിലും ഇൻ്റർവ്യൂവിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ടൊക്കെ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു പ്രോസസ്സിനിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ കളക്ട് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനിടയ്ക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമായിട്ടുണ്ടെങ്കിലോ പാർട്ടിസിപ്പൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമായിട്ടുണ്ടെങ്കിലോ ഇൻ്റർവ്യൂവറിന് അത് ചോദിച്ചറിയാനായിട്ടുള്ള ഫ്രീഡം അവിടെയുണ്ട്. അതാണ് ഈ ഇൻ്റർവ്യൂ മെത്തേഡിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കണക്ക് കൂട്ടുന്നത്. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർവേ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പേപ്പർ ആൻഡ് പെൻസിൽ ഫോമാണ്. അതിൻ്റെ മേ ബി ഒരു വെർബൽ ഫോം എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻ്റർവ്യൂവിനെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വെർബൽ ഇൻപുട്ടിനോടൊപ്പം തന്നെ ഈ ഒരു പാർട്ടിസിപ്പൻറ്റിൻ്റെ നോൺ വെർബലായിട്ടുള്ള ബിഹേവിയറും ഇൻ്റർവ്യൂവറിന് നോട്ട് ചെയ്യാനായിട്ടൊക്കും. അതായത് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഐ കോണ്ടാക്റ്റ്, ബോഡി പോസ്റ്റർ, ജസ്റ്റർ, ലെവൽ ഓഫ് മോട്ടിവേഷൻ, ഇതുപോലെയുള്ള നോൺ വെർബൽ ക്യൂസും ഈ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് ഇൻ്റർവ്യൂവറിന് കളക്ട് ചെയ്യാവുന്നതാണ്. അതും ഇൻ്റർവ്യൂവിൻ്റെ ഒരു ആഡഡ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. പ്രധാനമായിട്ടും 3 ടൈപ്പ് ഇൻ്റർവ്യൂ ആണ് ഉള്ളത്. 3 തരത്തിലുള്ള ഇൻ്റർവ്യൂ ആണുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയും. ചില ടെക്സ്റ്റിനകത്തൊക്കെ അത് സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് സെമി സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ സെമി സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റർവ്യൂ. മൂന്നാമത്തെ ടൈപ്പ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അൺസ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റർവ്യൂ എന്ന് പറയും. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ നേച്ചർ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 3 ടൈപ്പ് അവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ടൈപ്പിലേക്ക് നമുക്ക് വരാം. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആ ഒരു ഇൻ്റർവ്യൂവിന് കാണും. അതിനകത്ത് ഇൻ്റർവ്യൂവറിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. ഓൾറെഡി പ്രീസെറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ഒരു ഇൻ്റർവ്യൂ ഗൈഡ് തന്നെ പ്രിപ്പയർ ചെയ്യും. ഈ ഇൻ്റർവ്യൂ ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ എഴുതിയൊരു ഗൈഡ്, അതിനെയാണ് നമ്മൾ ഇൻ്റർവ്യൂ ഗൈഡ് എന്നുള്ള രീതിയിൽ പറയുന്നത്. നേരത്തെ തയ്യാറാക്കിയ ഇൻ്റർവ്യൂ ഗൈഡ് ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ഒരു സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വരുമ്പോഴത്തേക്ക് ഒന്നിലധികം പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിൽ എല്ലാ പാർട്ടിസിപ്പൻസിൻ്റെ അടുത്തും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഓർഡർ സെയിം ആയിരിക്കും. രണ്ടാമത്തത് ക്വസ്റ്റ്യൻ്റെ ഫ്രെയിമിങ്, വേർഡിങ്സ്, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ യാതൊരു രീതിയിലുള്ള വ്യത്യാസവും വരാനായിട്ടൊക്കത്തില്ല. എങ്ങനെയാണോ ആ ഒരു ഇൻ്റർവ്യൂ ഗൈഡിനകത്ത് ആ ക്വസ്റ്റ്യൻ എഴുതപ്പെട്ടിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ മാത്രമേ ഈ ഒരു ഇൻ്റർവ്യൂവറിന് ഇൻ്റർവ്യൂവിൻ്റെ അടുത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടൊക്കത്തുള്ളൂ. ദെയർ ഈസ് നോ ചാൻസ് ഫോർ ക്ലാരിഫിക്കേഷൻ, ദെയർ ഈസ് നോ ചാൻസ് ഫോർ എക്സ്പ്ലനേഷൻ. ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് വരുത്താനായിട്ടൊക്കത്തില്ല. ഫ്ലെക്സിബിലിറ്റി, ഇൻ്റർവ്യൂവറിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിരിക്കും ഈ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിനകത്ത് വരുമ്പോഴത്തേക്ക്.
രണ്ടാമത്തെ ഫോമാണ് സെമി സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. ഈ സെമി സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി അവിടെയുണ്ട്. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിനെ വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി ഈ സെമി സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിനുണ്ട്. അവിടെ വരുമ്പോഴത്തേക്ക് മേ ബി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ വേർഡിങ്സിൽ ഇച്ചിരി ഒന്ന് അതിൻ്റെ ഒരു ലൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനെ സംബന്ധിച്ച് എന്തെങ്കിലും എക്സ്പ്ലനേഷൻസ് ചോദിക്കണമെന്നുണ്ടെങ്കിലോ ഈ ഇൻ്റർവ്യൂവറിന് അതിനുള്ള ഫ്രീഡം ഉണ്ട്. ക്വസ്റ്റ്യൻ്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റാനായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് സബ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പം കുറച്ചും കൂടെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ ആണ്, അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് ഇൻ്റർവ്യൂ ആണ് സെമി സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഇൻ്റർവ്യൂ ആണ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു സ്ട്രക്ചറും കാണത്തില്ല. അതായത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനുശേഷം ആ ഒരു ക്വസ്റ്റ്യന് പാർട്ടിസിപ്പൻ്റ് തരുന്ന റെസ്പോൺസിനെ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കാം. അങ്ങനെ സാന്ദർഭികമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അവിടെ കംപ്ലീറ്റ് ഫ്ലെക്സിബിലിറ്റി ഇൻ്റർവ്യൂവറിനുണ്ട്. നേരത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്ലോറിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഉൾപ്പെടുത്താനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു തിരക്കഥയുമില്ലാതെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വളരെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് എമർജ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച് നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ഒരു അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂവിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇൻ്റർവ്യൂവിന് ക്ലാരിഫിക്കേഷൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ, ഫർദർ എക്സ്പ്ലനേഷൻസ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് ഇൻ്റർവ്യൂവിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് ഇൻ്റർവ്യൂ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബൽ ബിഹേവിയറിനോടൊപ്പം തന്നെ നോൺ വെർബൽ ബിഹേവിയറും ഇൻ്റർവ്യൂവറിന് കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് പാർട്ടിസിപ്പൻറ്റിൻ്റെ ചില ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്യൂസ് നമുക്ക് കണ്ടെത്താനായിട്ടൊക്കെ, ജെനുവിനിറ്റി, ലെവൽ ഓഫ് മോട്ടിവേഷൻ, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഇൻ്റർവ്യൂവറിന് നോട്ട് ചെയ്തെടുക്കാനായിട്ടൊക്കെ. അറ്റ് ദ സെയിം ടൈം ഇൻ്റർവ്യൂവിന് കുറച്ച് ഡീമെറിറ്റ്സും കൂടെയുണ്ട്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ഇൻ്റർവ്യൂകളും നടക്കുന്നത് 1-to-1 എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സർവേയെ അപേക്ഷിച്ച് വളരെ അധികം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സർവേയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ, കമ്പാരിറ്റീവ്ലി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയൊരു ഗ്രൂപ്പിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ സർവേ നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇൻ്റർവ്യൂ വരുമ്പോഴത്തേക്ക് അത് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഡിസൈറബിലിറ്റിക്ക് വേണ്ടിയിട്ട് വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ഇൻ്റർവ്യൂവിലും ഒരു പരിധിവരെ നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു നോൺ വെർബൽ ബിഹേവിയറുമായിട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻ്റർ ചാനൽ ഡിസ്ക്രിപ്പൻസിയോ അതുപോലെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ടൊക്കെ. എന്നാലും ഒരളവിലുള്ള മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസ്, സോഷ്യൽ ഡിസൈറബിലിറ്റിക്ക് വേണ്ടിയിട്ട് പോളിഷ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ഇൻ്റർവ്യൂവിലും കിട്ടാനായിട്ടുള്ള സാധ്യത അവിടെയുണ്ട്. അപ്പം അതാണ് ഇൻ്റർവ്യൂവിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ പറയാനായിട്ടുള്ളത്. ഇനി ഇപ്പോൾ കോവിഡിന് ശേഷം വളരെ പ്രചാരത്തിലുള്ള മെത്തേഡ്സ് ഓഫ് ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ ടെലിഫോണിലൂടെയുള്ള ഇൻ്റർവ്യൂ നമ്മളെല്ലാം ഇപ്പം വളരെ പരിചിതരാണ്. ഒരുപക്ഷെ പല കമ്പനികളിൽ നിന്നുള്ള വെരിഫിക്കേഷൻ കോഴ്സ് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അവർ ടെലിഫോണിലുള്ള ഇൻ്റർവ്യൂവിലൂടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നീട് അടുത്തൊരു കേസാണ് ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ട്. അതായത് സൂം, ഗൂഗിൾ മീറ്റ് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ വീഡിയോ കോളിലൂടെ ഇൻ്റർവ്യൂ നടത്തുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ വളരെ സർവ്വസാധാരണമായിട്ടുണ്ട്. ഇതെല്ലാം ഇൻ്റർവ്യൂവിൻ്റെ പല വിധത്തിലുള്ള വകഭേദങ്ങളാണ്.